പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം കേവലം ഒരു ഭൗമരാഷ്ട്രീയ തർക്കം മാത്രമല്ല. പശ്ചിമേഷ്യൻ മണ്ണിൽ വീഴുന്ന ഓരോ മിസൈലിന്റെയും പ്രകമ്പനം ഇങ്ങ് കേരളത്തിലെ സാധാരണക്കാരുടെ വീടുകളിൽ വരെ പ്രതിഫലിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം മാറ്റി നിർത്തിക്കൊണ്ട് ആധുനിക കേരളത്തിന്റെ ചരിത്രം വായിക്കുക എന്നത് അസാധ്യമാണ്. അത്രമേൽ ആഴത്തിൽ നമ്മുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകൾ പശ്ചിമേഷ്യയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ്. 1970കളുടെ പകുതിയോടെ ആരംഭിച്ച ആ വലിയ കുടിയേറ്റം മലയാളിക്ക് കേവലം ഒരു തൊഴിൽ മാർഗം മാത്രമല്ല, മറിച്ച് ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനവും മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാനുള്ള വഴിയുമായിരുന്നു. കേരളത്തിലെ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിലും ഉപഭോഗ സംസ്കാരത്തിലും എന്തിന് ഭക്ഷണ രീതിയിൽ പോലും ഗൾഫ് സ്വാധീനം വ്യക്തമാണ്. 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം വിദേശത്തേക്ക് കുടിയേറുന്ന മലയാളികളിൽ 80.5% പേരും ഇന്നും ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ് എന്നത് ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഡാറ്റയിലേക്ക് നോക്കിയാൽ ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടും. ഏറ്റവും പുതിയ RBI കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്ക് എത്തുന്ന ആകെ വിദേശ പണത്തിന്റെ 19.7% എത്തുന്നത് കേരളത്തിലേക്കാണ്. ഇതിൽ ഗൾഫ് രാജ്യങ്ങളുടെ പങ്ക് കാലക്രമേണ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും വലിയൊരു ശതമാനം തുക വരുന്നത് UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. നിർമ്മാണം, ആരോഗ്യരംഗം, എണ്ണ വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ലക്ഷക്കണക്കിന് മലയാളികളാണ് അവിടെ പണിയെടുക്കുന്നത്. യുദ്ധം മൂലം ഈ മേഖലകളിൽ ഉണ്ടാകുന്ന ഏത് തളർച്ചയും കേരളത്തെ നേരിട്ട് ബാധിക്കും. എണ്ണവിലയിലെ വർധനവ് മുതൽ പ്രവാസികളുടെ തൊഴിൽ സുരക്ഷ വരെ ഈ യുദ്ധത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യപ്പെടാം. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ യുദ്ധം മലയാളികളുടെ ജീവിത ഭദ്രതയെയും സാമ്പത്തിക അടിത്തറയെയും കൂടിയാണ് വെല്ലുവിളിക്കുന്നത്.